2016 ചാമ്പ്യൻസ് ലീഗിൽ റിയൽ മാഡ്രിഡിന് ആദ്യ പാദ ക്വാർട്ടർ ഫൈനലിൽ വോൾസ്ബർഗിൽ നിന്നേറ്റ 2 ഗോൾ തോൽവി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. റിയൽ മാഡ്രിഡിന്റെ തോൽവി ആഘോഷിക്കുന്നതിനിടെ ശക്തന്മാർക്കിടയിലെ ബലഹീനരാണ് മാഡ്രിഡ് എന്നായിരുന്നു വോൾസ്ബർഗ് മാനേജറുടെ വിലയിരുത്തൽ. റൊണാൾഡോയെ ഡിഫെൻഡ് ചെയ്യുന്നത് തന്റെ മകനെ ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണെന്ന് പ്രസ്താവിച്ച വോൾസ്ബർഗ് ഡിഫൻഡർ ഡാന്റെയും റൊണാൾഡോയെയും സ്പാനിഷ് വൻപന്മാരെയും പരിഹസിച്ച് തള്ളി. ആദ്യ പാദം 2 ഗോളിന് പരാജയപ്പെട്ട ടീം സെക്കൻഡ് ലെഗിൽ 3 ഗോൾ അടിച്ച് സെമിയിലേക്ക് എത്തുമോ എന്ന് മാഡ്രിഡ് ആരാധകർ പോലും സംശയിച്ചു കാണണം. മാഡ്രിഡിന്റെ UCL ജേണി ഇതോടെ അവസാനിച്ചെന്ന തലക്കെട്ടിൽ മാധ്യമങ്ങളും മാഡ്രിഡിനെ എഴുതിത്തള്ളി. കാത്തിരിപ്പുകൾക്കൊടുവിൽ സെക്കൻഡ് ലെഗ് മത്സരമെത്തി. ബെർണബൌവിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് നടുവിൽ ക്രിസ്ത്യാനോ ഉഗ്രരൂപത്തിൽ നിറഞ്ഞാടി. ഒരു ടാപ്പിൻ, ഒരു ഹെഡർ, ഒരു ഫ്രീ കിക്ക്, റൊണാൾഡോയുടെ പേരിൽ കുറിക്കപ്പെട്ട പെർഫെക്റ്റ് ഹാട്രിക്. 2 ഗോളിന്റെ അഗ്രിഗേഷനിൽ വന്ന വോൾസ്ബർഗ് അനായാസം സെമിയിലേക്ക് കടക്കുമെന്ന് തോന്നിച്ച ആ ഓർഡിനറി നൈറ്റ്സിനെ ക്രിസ്ത്യാനോ ചരിത്രത്തിലെ തന്നെ അത്ഭുതരാവാക്കി മാറ്റി. മത്സരശേഷം സിദാന്റെ അസിസ്റ്റന്റ് ഓർത്തെടുക്കുന്ന ഒരു കാര്യമുണ്ട്. മത്സരത്തിന്റെ തലേദിവസം പരിശീലനത്തിനിടെ റൊണാൾഡോ പറഞ്ഞ ഒരു കാര്യം, നാളെ ഞാൻ 3 ഗോളുകൾ നേടുമെന്ന റൊണാൾഡോയുടെ കോൺഫിഡൻസ് നിറഞ്ഞ വാക്കുകൾ. അതിന് മറുപടിയായി നിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് അദ്ദേഹം കൊടുത്ത മറുപടിയും. അതെ, ഹാട്രിക് നേടുമെന്ന് റൊണാൾഡോയുടെ കോൺഫിഡൻസ് അതയാൾ സാധ്യമാക്കി കാണിച്ചു. അവനത് നേടുമെന്നത് അസിസ്റ്റന്റിന്റെ വിശ്വാസം. ആ വിശ്വാസം റൊണാൾഡോ സാധ്യമാക്കിയും തന്നു.